ആലപ്പുഴ ജില്ലയിലെ കലവൂർ എന്ന കൊച്ചു ഗ്രാമത്തിലെ മെയിൻ റോഡിനോടുകൂടി ചേർന്ന് കിടക്കുന്ന ഒരു ചെറിയ ധ്യാനാലയമാണ് കൃപാസനം മരിയൻ ധ്യാന കേന്ദ്രം. കൊച്ചു ധ്യാന കേന്ദ്രമാണെങ്കിലും ഇവിടെ വന്നു പോയിട്ടുള്ളവർ ലക്ഷക്കണക്കിന് ഭക്തരാണ്. ചെറുതെങ്കിലും ഈ ധ്യാന കേന്ദ്രത്തിലൂടെ ഒരിക്കലെങ്കിലും കടന്നു പോകാത്തവർ വളരെ ചുരുക്കം എന്ന് വേണമെങ്കിൽ പറയാം. ഓരോ ദിവസവും ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് നടന്നു നടക്കുന്ന ഭക്തജനങ്ങളുടെ ബാഹുല്യം കണ്ടാൽ നമുക്ക് അത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തുകൊണ്ട് ഇവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നു? മറ്റു ധ്യാന കേന്ദ്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്താണ്? ഇവിടുത്തെ ഡയറക്ടറായ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്നു, കൃപാസനം ഉടമ്പടി എന്ന് പറയുന്നത് ഒരു സമയച്ചുരുക്കത്തിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. പരിശുദ്ധ മാതാവ് ഒരിക്കൽ പറഞ്ഞില്ലേ, അവൻ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യുവിൻ. മാതാവ് ഇവിടെ നമ്മോട് ആവശ്യപ്പെടുന്ന അതാണ്, അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. ഉടമ്പടിയെ പറ്റിയാണ് അമ്മ മാതാവ് പരാമർശിക്കുന്നത്. ഉടമ്പടി എടുക്കുക, അത് ആർ മുഖേനയാണ്? ഉടമ്പടി നമ്മളും യേശുവും തമ്മിലാണ് ഉടമ്പടി കരാറിൽ ഏർപ്പെടുന്നത്. പരിശുദ്ധ അമ്മ അവിടെ ഒരു മധ്യസ്ഥ ശക്തി മാത്രമാണ്. അതുകൊണ്ടാണ് അമ്മ പറഞ്ഞത്, അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക. യേശു എന്താണ് പറയുന്നത്? അശരണരെ സഹായിക്കുക, രോഗികളെ സഹായിക്കുക, അവരെ സന്ദർശിക്കുക, സുവിശേഷം അറിയാത്തവർക്ക് സുവിശേഷം എത്തിച്ചു കൊടുക്കുക, ദൈവത്തോട് വിധേയപ്പെട്ട് പരിശുദ്ധ വചനം വായിച്ചുകൊണ്ട് പരിശുദ്ധമായി ജീവിക്കാൻ ശ്രമിക്കുക. ഇത് തന്നെയാണ് ബൈബിളിൻ്റെ അന്തസത്ത. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണാൻ വന്നു. ഞാൻ വിശന്നിരുന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നു. ഇത് തന്നെയാണ് കൃപാസനത്തിലും യേശു ഉടമ്പടിയിലൂടെ നമ്മോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇത് സമയച്ചുരുക്കത്തിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്. ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നവർക്ക് കൃപാസനം ഉടമ്പടി എന്താണ്, ഉടമ്പടിയുടെ നടപടിക്രമങ്ങൾ എന്താണ് അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്ന് യാതൊരു നിശ്ചയമില്ലാതെ വരുന്നവരായിരിക്കും പലരും തന്നെ. അതുകൊണ്ട് അവർക്കാണ് ഈ വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത്. കൃപാസനം ധ്യാന കേന്ദ്രം കലവൂർ എന്ന കൊച്ചു ഗ്രാമത്തിൽ ആലപ്പുഴ ജില്ലയിലാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇവിടേക്ക് വടക്കേ സൈഡിൽ നിന്നും തെക്കേ സൈഡിൽ നിന്നും മറ്റേത് സൈഡുകളിൽ നിന്നും ബസ് സൗകര്യം ലഭ്യമാണ്. KSRTC ബസ് ഇവിടെ നിർത്തി കൊടുക്കുന്നതാണ്. ഇനി ട്രെയിൻ മാർഗമാണ് വരുന്നതെങ്കിൽ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് പ്രൈവറ്റ് ബസ് കിട്ടും. ആ ബസ് പിടിച്ച് 13 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ജോസ് ജംഗ്ഷനിൽ ഇറങ്ങാവുന്നതാണ്. ജോസ് ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് ഒരു 200 മീറ്റർ മാറി KSRTC ബസ് സ്റ്റാൻഡാണ്. ആ ബസ് സ്റ്റാൻഡിൽ നിന്നും ചേർത്തല എറണാകുളം ഭാഗത്തേക്കുള്ള ബസ്സിൽ കയറി കഞ്ഞിക്കുഴിക്ക് ടിക്കറ്റ് കൊടുക്കുക. കൃപാസനം ധ്യാന കേന്ദ്രം കലവൂരിലാണെങ്കിലും പ്രോപ്പർ കലവൂരല്ല. കലവൂർക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് കൃപാസനം ധ്യാന കേന്ദ്രത്തിലേക്ക് ഏകദേശം 1 കിലോമീറ്ററോളം നമ്മൾ ഓട്ടോ പിടിച്ച് വരേണ്ടത് വരും. അതുകൊണ്ട് ബസ്സിൽ
KSRTC ബസ്സിൽ കയറുകയാണെങ്കിൽ കഞ്ഞിക്കുഴി ഭാഗത്തേക്ക് ഉള്ള ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ കൃപാസനം ധ്യാന കേന്ദ്രത്തിൻ്റെ മുമ്പിൽ ഇറങ്ങാൻ സാധിക്കും. അങ്ങനെ കൃപാസനം ധ്യാന കേന്ദ്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം ഗേറ്റ് കടന്ന് വരുന്നത് ഒരു ഹാളിലേക്കാണ്. അതിനെ ഓഡിറ്റോറിയം എന്നാണ് പറയുന്നത്. ആ ഓഡിറ്റോറിയത്തിലാണ് കൃപാസന മാതാവിൻ്റെ വലിയൊരു സ്റ്റാച്ചു സ്ഥിതി ചെയ്യുന്നത്. അവിടെ പ്രാർത്ഥിച്ച് നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ, ആവശ്യങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ആ ഹാളിൽ നിന്ന് ഇടവഴി കടന്ന് മെയിൻ ഹാളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ദൈവമക്കൾക്കായിട്ട് ദൈവവചനങ്ങൾ പങ്കുവെക്കുന്ന മെയിൻ ഹാൾ ഇതാണ്. നമുക്കിപ്പോൾ ഒരു അത്ഭുതകരമായ ഒരു സാക്ഷ്യം കേൾക്കാം. ഒരു അക്രസ്വയായ യുവതിക്ക് ട്യൂമറാണെന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതിയ ആ അവസ്ഥയിൽ നിന്ന് കൃപാസനം അമ്മ മാതാവ് പരിപൂർണ സൗഖ്യം നൽകിയ ഒരു സാക്ഷ്യമാണ്. വളരെ വലിയൊരു സാക്ഷ്യമാണ്. നമുക്കത് ശ്രവിക്കാം. അതിനുശേഷം നമുക്ക് തിരിച്ചു വരാം. സാക്ഷ്യങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു QR കോഡ് കാണുന്നത് ബഹുമാനപ്പെട്ട സിസ്റ്ററുണ്ട്. ആ സിസ്റ്ററിനോട് നമ്മളുടെ സൗഖ്യങ്ങളാണെങ്കിൽ അത് ആ സിസ്റ്ററിനോട് പറഞ്ഞ് അത് ദൈവിക സാക്ഷ്യമാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് അവിടെ സാക്ഷ്യങ്ങൾ പറയാൻ സാധിക്കുന്നത്. അപ്പം ഈ സാക്ഷ്യത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ അത് ബ്ലോക്ക് ചെയ്യാതെ അവർ പങ്കോട്ട് എന്ന് ഞാൻ കരുതുന്നത് തന്നെ എന്ന് പറയുന്നത് ഇച്ചിരി നീണ്ടു പോയെങ്കിലും മരിയ പങ്കജ ബലി എന്നുള്ള പേര് കേട്ടതുകൊണ്ട് അതൊരു അക്രൈസ്തവയായ ഒരു സഹോദരി ക്രിസ്തുമതം സ്വീകരിച്ചതിന് ശേഷം വർഷങ്ങൾ അത് അവർക്കുണ്ടായ ഈശോയോടുള്ള അമ്മമാതാവിനുള്ള പ്രതിബദ്ധവും സ്നേഹവും അവരുടെ ഇടയ്ക്കിടയ്ക്ക് ഊന്നി കാണിക്കുന്നുണ്ടായിരുന്നു. അതായിരുന്നു അവരുടെ സാക്ഷ്യം. ഇതിന് ഇവരുടെ സാക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ശരീരം മുഴുവനും നീര് വന്ന് ഇടുപ്പ് വേദന, അതുപോലെ തന്നെ പിന്നെന്താണ് കുറച്ച് നാളായിട്ട് ശരീരത്തിന് ആപ്പാട് വേദനയായിട്ട് ഡോക്ടറിനെ കാണാൻ പോയി. ഒരു ഫിസിഷ്യനെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ എന്ന് പറയുന്നത് അവർ സ്കാനുകൾ ചെയ്ത് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് പല പരിശോധനകൾ നടത്തി കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് ഇവർക്ക് ഗർഭാശയത്തിൽ മുഴയുണ്ട്. മാത്രവുമല്ല മറ്റ് പരിശോധനയിൽ കണ്ടത് VIA എന്ന് പറയുന്ന, അതായത് ക്യാൻസർ ഉണ്ട് എന്നുള്ള ഒരു പരിശോധനയിൽ ഇവർ റിസൾട്ട് ചെയ്തു. ഇപ്പം ഇതിന് ശേഷം എന്ന് പറയുന്നത് ഇവര് താമരശ്ശേരിയിലുള്ള, അതായത് കോഴിക്കോട് താമരശ്ശേരിയിലുള്ള ഒരു മെഡിക്കൽ ക്യാമ്പിൽ പോയി പങ്കെടുക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് ഈ ഓപ്പറേഷൻ ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ഓപ്പറേഷൻ ചെയ്ത് യൂട്രസ് നീക്കണമെന്നാണ്. എന്താ പറഞ്ഞത് നിങ്ങൾക്ക് പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്ത് മുഴ മാറ്റണമെന്നാണ്. അത് ബയോപ്സി ചെയ്ത് മുഴയെടുത്ത് കളയണം. പക്ഷെ അതിനേക്കാൾ വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ VIA എന്ന് പറയുന്ന ക്യാൻസറിന്റെ അണുക്കൾ ഇവരുടെ ശരീരത്തിലുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രയാസം. അപ്പൊ അതുകൊണ്ട് ഡോക്ടർ ഇവരൊരു ക്യാമ്പിൽ പോയി. ആ ക്യാമ്പിൽ എന്ന് പറയുന്നത് ഡോക്ടർമാർ പരിശോധിച്ച് ഇതിന്റെയൊക്കെ റിപ്പോർട്ടുകളൊക്കെ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഫിസിഷ്യൻ പറഞ്ഞ ടെസ്റ്റുകളെല്ലാം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഒത്തിരി ടെസ്റ്റുകൾ നടത്തിയിട്ടുള്ളത്. ഇതിലെല്ലാം എന്ന് പറയുന്നത് VIA മുഴയുണ്ടെന്നും പിന്നെ അതുപോലെ തന്നെ VIA എന്ന് പറയുന്ന ക്യാൻസർ ഉണ്ടെന്നുള്ളത് ആയിട്ടുള്ള ടെസ്റ്റിൽ കാണും. അപ്പം മെഡിക്കൽ കോളേജിൽ ഇവരെ റെഫർ ചെയ്യണം. അതായത് താമരശ്ശേരിയിലുള്ള ക്യാമ്പിൽ നിന്ന് പിന്നെ ഇവർക്ക് ഈ VIA ഒന്നുകൂടി സ്ഥിരീകരിച്ചപ്പോൾ ഉടനെ സാമ്പത്തികപരമായി വളരെയേറെ ഉള്ളത് കൊണ്ടും ഈ രോഗത്തിന്റെ ഒന്നുകൂടി ശരിയാക്കുന്നതിന് വേണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അയക്കുന്നു.
അവിടുത്തെ ക്യാമ്പിലേക്ക്. അവിടെ ഒരു ക്യാമ്പുണ്ട്. അപ്പോൾ ആ ക്യാമ്പിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴും ഡോക്ടർമാരെല്ലാം പരിശോധിച്ചപ്പോഴും ഇത് തന്നെ അവസ്ഥ. അതൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ വീണ്ടും ഉണ്ട്. അവർ പറഞ്ഞ് നിങ്ങൾ ഈ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്യും, അപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് വളരെയേറെ മെച്ചം കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ പൈസ മുടക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സഹോദരി അപ്പോഴാണ് ഈ അവിടെ ബയോപ്സി ചെയ്ത് യൂട്രസിലുള്ള ഈ മുഴ എടുത്തു കളയണം. അപ്പം ആ മുഴ എടുത്തു കളയുന്നതിന് തിയേറ്ററിൽ കയറ്റുമ്പോൾ ഇവർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഏതാണ്? ഉടമ്പടി ഇവിടെ വന്ന് എടുക്കുന്നുണ്ട്. ആ ഉടമ്പടിയിലുള്ള ഉടമ്പടി തൈലം എടുത്ത് അവർ വിശ്വാസ പ്രമാണം ചൊല്ലി വയലിൽ പുരട്ടിയിട്ട് പറയുന്ന ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത്, അമ്മ മാതാവേ, എൻ്റെ ശരീരത്തിൽ കത്തി വെച്ച് ഇത് മാറ്റാനായിട്ട് ഇടയാക്കരുത്, അതുകൊണ്ട് ഇത് എടുത്തു മാറ്റണം എന്നാണ്. അങ്ങനെ എടുത്തു മാറ്റുകയാണെങ്കിൽ ഞാൻ ഞാൻ വിചാരിച്ചിരുന്ന സ്ഥലത്ത് പോയി അങ്ങയെ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം, പ്രേക്ഷിത പ്രവർത്തനം ചെയ്തു കൊള്ളാമെന്നായിരുന്നു. എവിടെ പോയി പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമെന്നാണ് നിങ്ങൾ ആദ്യം പറഞ്ഞത്? ത്രിപുരയിൽ പോയി പ്രേക്ഷിത പ്രവർത്തനം ചെയ്തു കൊള്ളാമെന്നാണ്. അത് 15 ദിവസത്തേക്ക് അല്ലേ? 15 ദിവസത്തേക്ക് ചെയ്തു കൊള്ളാമെന്നുള്ളതായിരുന്നു പറഞ്ഞത്. അപ്പൊ ഈ സമയത്താണ് ബയോപ്സിക്കായിട്ട് അകത്ത് കയറ്റുന്നത്, തിയേറ്ററിലേക്ക് കയറ്റുന്നത്. അവിടെ ബയോപ്സി ചെയ്ത് ഡോക്ടർ പരിശോധിക്കുമ്പോൾ ഈ മുഴ അവിടെ കാണുന്നില്ല. ഗർഭപാത്രത്തിൽ ഇങ്ങനെ ഒരു മുഴയില്ല. ഡോക്ടർക്ക് അത്ഭുതമായി. ഡോക്ടർ തന്നെ അത് കഴിഞ്ഞിട്ട് പറയാൻ, നിങ്ങൾക്കൊരു മുഴയുമില്ല, ഈ ഗർഭപാത്രത്തിൽ ഒരു അസുഖവുമില്ല, നിങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് വിടുകയാണ്. പിന്നെ തുടർന്നുള്ള പരിശോധനയിൽ നോക്കിയപ്പോഴെന്ന് പറയുന്നത് VIA എന്ന് പറയുന്ന ക്യാൻസറിന്റെ സിംറ്റം ഇല്ല. എത്രയോ സ്ഥലത്താണ് ഇതുണ്ടെന്ന് ഫിസിഷ്യൻ പറയുന്നത്. അതുപോലെ തന്നെ ഗൈനക്കോളജിസ്റ്റ് ഇത് പരിശോധിക്കുന്നുണ്ട്. അതിനുശേഷം എന്ന് പറയുന്നത് താമരശ്ശേരിയിലുള്ള മെഡിക്കൽ ക്യാമ്പിൽ പരിശോധിച്ച് പറഞ്ഞ റിപ്പോർട്ട്, അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ ക്യാമ്പയിൽ പറഞ്ഞ അവിടുത്തെ ക്യാമ്പിൽ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട്, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ VIA എന്ന ഈ മുഴയും VIA ഉണ്ട്. പക്ഷേ ഉടമ്പടി എടുത്ത് ഇവർ കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ച് അവർ പറഞ്ഞത്, ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തു കൊള്ളാം അമ്മേ. അത് ഉടമ്പടിയിലെ ബേസിക് ആയിട്ടുള്ള കണ്ടന്റാണ് അത്. അതെന്ന് പറഞ്ഞാൽ ഞാൻ അതായത് യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയാത്തവരെ അറിയിക്കുകയും അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയും ചെയ്തു കൊള്ളാം. അതോടൊപ്പം തന്നെ ഉടമ്പടിയിലുള്ള ഉടമ്പടി കഴിവെടുത്ത് അത് തിയേറ്ററിൽ കയറുന്നതിന് മുമ്പ് അവർ പുരട്ടിക്കൊണ്ട് പോവുകയാണ്. എന്റെ സഹോദരങ്ങളെ, ഇതാണ് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുകയോ നമുക്ക് ഉടമ്പടി ടോക്കൺ ലഭിക്കുന്ന അക്കൗണ്ടുകളുടെ ഭാഗത്തേക്ക് പോകാം. വളരെ പച്ചപ്പ് കലർന്ന ഒരു സ്ഥലത്താണ് മരിയൻ തീർത്ഥകേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ധാരാളം മരങ്ങൾ ഇവിടെ ഇടതൂർന്ന് നിൽക്കുന്നതിനാൽ നല്ല തണലാണ്. മാത്രമല്ല അമ്മ മാതാവിൻ്റെ പുണ്യപാദ സ്പർശനമേറ്റ ഭൂമി കൂടിയാണ്. നിത്യചൈതന്യം കുടികൊള്ളുന്ന മാതാവിൻ്റെ പരിപാവനമായ ദേവാലയം. ഇപ്പോൾ നാം കാണുന്ന ആ ദേവാലയത്തിൽ പരിശുദ്ധ അമ്മ മാതാവ് 2004 ജോസഫ് അച്ഛന് കണ്ട അതേ പ്രത്യക്ഷ രൂപമാണ് ഇപ്പോൾ കാണുന്നത്. അമ്മ മാതാവിൻ്റെ തിരുഹൃദയത്തിൽ ക്ലോക്കിൻ്റെ ചിഹ്നം. അതിനടുത്ത ദിവസങ്ങളിലാണ് സുനാമിയൊക്കെ ഉണ്ടായി വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ സുനാമിയുടെ ആഗമനം. പെറ്റ്സമ്മ മുൻകൂട്ടി നൽകിയ ഒരു പ്രവചനമായിരുന്നു അത്. ഈ മാതാവിൻ്റെ പുണ്യപാദ സ്പർശനമേറ്റ ഭൂമിയിലാണ്
കൃപാസനം പ്രസാദപുരം മാതാവിൻ്റെ ദേവാലയം സ്ഥിതി ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇപ്പോൾ നാം കാണുന്നത് 2 നില കെട്ടിടമാണ്. അതിൻ്റെ താഴെയായിട്ടാണ് കൃപാസനം ഉടമ്പടി കൗണ്ടറുകൾ സ്ഥിതി ചെയ്യുന്നത്. അവിടെ കുറച്ച് പേർ ഇപ്പോൾ കൂടി വരിയായിട്ട് നിൽക്കുന്നുണ്ട്. കൃപാസനം ഉടമ്പടി പുതിയതായിട്ട് എടുക്കുന്നവരും ഉടമ്പടി പുതുക്കാൻ വന്നവരുമാണ് അവിടെ കാണുന്നത്. ധാരാളം ഭക്തജനങ്ങളാണ് ഈ ദിവസങ്ങളിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഏകദേശം ഉച്ചയോടടുത്ത സമയം, അതിനാൽ അത്യാവശ്യം തിരക്കുകളെല്ലാം തീർന്നൊരു സമയമാണ്. കൃപാസനം ഉടമ്പടി പുതുക്കിയവർ, ആദ്യമായിട്ടെടുത്തവരെല്ലാം അവരുടെ ഉടമ്പടി പ്രക്രിയ കഴിഞ്ഞ സമയമാണ്. അതിനാൽ അല്പം തിരക്കിന് കുറവുണ്ട്. എന്നിരുന്നാലും ഈ ജനപ്രവാഹം ഇങ്ങനെ വൈകുന്നേരത്തോളം പ്രവഹിച്ചുകൊണ്ടിരിക്കും. മാതാവിൻ്റെ അത്ഭുത തിരുസ്വരൂപത്തിന് മുമ്പിൽ വണങ്ങി പ്രാർത്ഥിച്ച് തങ്ങളുടെ നിയമങ്ങൾ നേടിയെടുക്കുവാനായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേരുന്നവരാണവർ. ഇതാണ് മെയിൻ ഹോൾ. ഈ ഹോളിലാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ആധ്യാത്മിക പ്രഭാഷണങ്ങളും സാക്ഷ്യങ്ങളും ഇവിടെ നിന്നാണ് സംപ്രേഷണം ചെയ്യുന്നത്. കൃപാസനം മരിയൻ ചാനലിൽ ധാരാളം സാക്ഷ്യങ്ങൾ കിടപ്പുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങളത് കേൾക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം സാക്ഷ്യങ്ങളാണ് ഓരോ മനുഷ്യൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നത്. അതുവഴി ദൈവിക ചൈതന്യത്തിലേക്ക് കടന്നു ചെല്ലുകയും ദൈവകൃപ ആവോളം നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കൃപാസനം മാതാവ് പ്രത്യക്ഷപ്പെട്ട അത്ഭുത കിണറിന് സമീപമാണ്. അത്ഭുത കിണറിൻ്റെ മുകളിൽ ഒരു കൽഭരണിയുടെ രൂപം സ്ഥാപിച്ചിട്ടുണ്ട്. അത് കാനായിലെ കല്യാണ വിരുന്നിലെ ആദ്യത്തെ അടയാളം. അത്ഭുതമായ 6 കൽഭരണികളിൽ ജലം നിറച്ച് ഏറ്റവും മുന്തിയ വീഞ്ഞാക്കി മാറ്റിയ പരിശുദ്ധ ദൈവപുത്രൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ആ കിണറിന് മുകളിലായിട്ട് ഒരു കൽഭരണി നിർമ്മിച്ചിട്ടുള്ളത്. അതിൽ ഇപ്പോഴും തീർത്ത ജലമായിട്ട് ജനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പലരും വീടുകളിലേക്ക്, ഭവനങ്ങളിലേക്ക് ഇത് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ കൃപാസനം മാതാവിൻ്റെ രൂപത്തിന് താഴെ വെഞ്ചരിച്ച മണ്ണും ഉണ്ട്. അത് പലരും സ്ഥല വിൽപ്പന നടക്കാത്ത അവസ്ഥ, ഭവന വിൽപ്പന നടക്കാത്ത അവസ്ഥകൾ എന്നിങ്ങനെ പല നിയമങ്ങൾക്കും അവ കൊണ്ടുപോയിട്ട് ആ സ്ഥലത്ത് ആ മണ്ണ് നിക്ഷേപിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രദക്ഷിണ പ്രാർത്ഥന ചൊല്ലി വന്നു കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ ആ സ്ഥല വിൽപ്പന നടക്കുന്നതായിട്ട് അനേകം സാക്ഷ്യങ്ങൾ കേൾക്കുന്നുണ്ട്. ഇന്നൊരു ദിവസമായിട്ട് കൂടി ധാരാളം ഭക്തജനങ്ങൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. പക്ഷേ ശനിയാഴ്ചകളിലെ തിരക്കിന് അത്രത്തോളമില്ല. ഇപ്പോൾ ഇവിടെ നാം കാണുന്ന ക്യൂ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാനുള്ള ഒരു ക്യൂ ആണ്. നമുക്ക് തക്കതായ കാരണങ്ങളുണ്ടെങ്കിൽ, അതായത് മേജർ ഓപ്പറേഷന് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വലിയ കടബാധ്യതയുണ്ട്, അല്ലെങ്കിൽ OIT IELTS പാസ്സായി വിദേശത്തേക്ക് പോകുവാനായിട്ടുള്ള കടമ്പകൾക്ക് തടസ്സം നേരിടുന്ന വ്യക്തികൾക്ക് ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു സൗകര്യം ലഭിക്കുന്നതാണ്. മുൻപ് കൃപാസനം ഉടമ്പടി പുതുക്കിയതിന് ശേഷമായിരുന്നു ഈ സൗകര്യമെങ്കിൽ ഇപ്പോൾ കൃപാസനം ഉടമ്പടി എടുത്തവർക്കും ആ സൗകര്യം ലഭ്യമാണ്. പക്ഷേ കാര്യമാത്ര പ്രസക്തമായ കാരണങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് മാത്രം. വെറുതെ അച്ഛനെ പോയി കാണാൻ കഴിയും എന്ന് വിചാരിക്കേണ്ട. ശക്തമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അച്ഛനെ കാണാൻ സാധിക്കുകയുള്ളൂ.